ദർശനം എടുത്ത് കാര്യം ഡോർസിയെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അവള് അണ്ണനെ കിട്ടുമോ? ഐ മീൻ അണ്ണനെ കെട്ടാനാണ് നോക്കണം എനിക്ക് സംശയമുണ്ട്. അതെന്താ കിട്ടിയ പറ്റത്തില്ലേ? നിന്റെ കെട്ടും വരിയാണോ അല്ല കഴിഞ്ഞ? ഇല്ല വാസന ഡിസർവ്സ് ബെറ്റർ. എന്താ ഡിസ്റ്റർബൻസാ? അത് അറിയാവുന്നവരൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇംഗ്ലീഷ് കഫേല സാർ, ഞാനും ദർശനം നല്ല ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സിനെ വേറെ എന്ത് ഡിസേർവ് ചെയ്യാന്നൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താ? ഒരു പെങ്കൊച്ചിന് മുമ്പ് വെച്ച് അണ്ണ നല്ല ചന്ദ്രനുണ്ടല്ലോ, എന്നെ എപ്പോ കണ്ടാലും പറയാം അണ്ണന്റെ കല്യാണം കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം എന്നോട് വന്നിട്ട് പറയാം അണ്ണനും എലിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതാ. അല്ല അണ്ണന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല, അണ്ണൻ കഴിഞ്ഞില്ലേ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാനും ബാബും കൂടി നടത്തുന്ന കല്യാണോ അണ്ണന്റെ സൂസന്റെ? അതെ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് സൂസനായിട്ട്. പക്ഷെ അതൊരു ഡ്രമാറ്റിക് കല്യാണമായിരുന്നു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അണ്ണ പറഞ്ഞാ മതി. അത് പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നതാ. പിന്നെ കല്യാണം പറയേണ്ടത് അന്നാ അത് ശരിക്കും ഡ്രാമാറ്റിക് ആയിരുന്നാ? ഞാൻ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ദർശന, ഞാൻ പറഞ്ഞുതരാം. സൂസന്റെ അച്ഛന് മാറാരോഗമായിരുന്നു. പുള്ളിയുടെ കണ്ണടയുന്നതിന് മുമ്പ് സൂസന്റെ കല്യാണം കഴിഞ്ഞ് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് പുള്ളിയുടെ കണ്ണടയുന്നതിന് മുമ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് അറേഞ്ച് ചെയ്തൊരു കല്യാണം കഴിച്ചതാണ്. പക്ഷെ അത് സൂസൻ ഫേക്ക് മാരേജ്. അതുപോലെ 18 വരെ കണ്ണടയുന്നതിന് മുന്നേ അവസരം അങ്ങനെ പലരെയും 18 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹം നിറവേറ്റാൻ. പിന്നെ നന്മ മരം ഒന്ന് ഒതുക്കി കഴിഞ്ഞോണ്ടല്ലോ, ആ തലേന്ന് വീണ മൊത്തം നന്മയാണ്. കുട്ടിക്ക് വാരി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഉള്ള കാലം മൊത്തം ജീവിക്കാം. ചന്ദ്രൻ പറഞ്ഞു അണ്ണ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞ ചന്ദ്രൻ ചാടിച്ചാവുന്നു. എന്താ കേട്ടില്ല? അണ്ണ എന്നെ ഇഷ്ടാണെന്ന് പറയുന്ന അന്ന് ചന്ദ്രൻ ചാടിച്ചാവുന്നു. നല്ല ട്രിക്കടി മോളെ, അണ്ണനെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കാം. ദർശന I love you. ആണുങ്ങൾക്കല്ലേടാ ഇവനെന്താ റോൾ അതില്ലേ? അണ്ണാ ഇവിടുന്ന് ചാടി ചാവും. ഇവിടുന്ന് അതാണ് സെറ്റ് ആയാലേ ചാടത്തുള്ളൂ. മനസ്സിലായ? അണ്ണ മാത്രല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പൊ അണ്ണ മാത്രല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ സെറ്റ് ആവണെങ്കിൽ എന്നാണ് പറഞ്ഞത്. പറയടി, നീ പറ. ഐ ലവ് യു പറയടി. അണ്ണ ഇങ്ങോട്ട് വന്നേ. അല്ല അണ്ണ ഇങ്ങോട്ട് വരില്ല. അണ്ണ ഇല്ല ഈ ഐഡിയ അച്ഛനോട് തിരക്കിയാണ്. നമ്മള് ചോറ് നല്ല രസമായിരുന്നേ കണ്ടത്. അതൊക്കെ ചാടിച്ചാവാൻ തോന്നുന്നു. എടി നിനക്ക് ഇഷ്ടമുണ്ടല്ലേ? അല്ലെങ്കിൽ നീ ചാടി എനിക്ക് ചാടണം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ചന്ദ്രു ചാടുവന്നല്ലോ, ഒരു അണ്ണ ഇലവിയറല്ലോ. ഒന്നും നോക്കാം, നിനക്കെന്താ പറഞ്ഞ അങ്ങോട്ട് പറയാക്കോട്ടെ. പറഞ്ഞപ്പോ ചന്ദ്രു ചാടിച്ചാവോ? നീ പറഞ്ഞോ പറയാൻ പറ്റൂലെങ്കിൽ പറഞ്ഞോ. എട്ടാത്ത പെണ്ണ് തുറന്നു പറയൂ. എട്ടാത്ത പെണ്ണ് ചാടിച്ചാവോ? എട്ടാത്ത പെണ്ണ് വാസണ്ട തേച്ച് വളച്ച് വളച്ച് അണ്ണം വളഞ്ഞു കേട്ടോ ഇതിനു മുമ്പേ. തിരിച്ച് റിപ്ലൈ ഇല്ല. എന്തോ എനിക്കോട് സംസാരിക്കണം. അത് പറ്റൂല. തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. അതെ, നമ്മളറിയാതെ ഇന്നേരെ വാസുവിന്റെ ലൈഫിൽ ആരും വന്നിട്ടില്ല പോയിട്ടുമില്ല. നിനക്കൊന്നും പറയണ്ട. ഇപ്പൊ പറഞ്ഞോ. ഇപ്പൊ വെച്ച് പറയത്തുള്ളൂ. നമുക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ജീവിതം. ഈ അഖിൽ ജോർജിനൊക്കെ ഡെയിലി വീഡിയോ അകിട് ചോടെന്നല്ല, ഇപ്പൊ ഒരു അകിട് ചോടെന്ന്. അകിട് ചോട്
കുട്ടി അതെ ആ. ഇപ്പൊ കുട്ടി ഇഷ്ടപ്പെട്ടാലും നമ്മള് വാസുവിന് കുട്ടിക്ക് തരാനൊന്നും പോകണില്ല. എന്നാലും ഞാൻ ചോദിക്കാണ്, തക്കടി വീട്ടിലെ വാസുവിനെ ഇഷ്ടമാണോ ഇല്ലേ? അല്ലേ ആണോ? വാസണ്ണ ഐ ലവ് യു ടു. അതിന് ചാടിക്കോ. ചാവൂല ഞാൻ കൊല്ലാം. അണ്ണ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? കോച്ച കൊന്നേക്ക്. അണ്ണനും തോന്നേ. ഇനിയിപ്പോ ഞാൻ വാസണ്ണോട് എനിക്ക് സംസാരിക്കാലോ. അതെങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അടവ്? ഇതൊക്കെ നമ്മള് കൊറേ കണ്ടതല്ലേ എണ്ണ? ഇത് പെണ്ണിനെല്ലാം കണ്ടതല്ലേ? ഇനി അവള് ഇത് ഭയങ്കര പെട്ടെന്നായിരുന്നു, മനസ്സിലായോ? ഇത് ചില കാര്യങ്ങൾ ഭയങ്കര പെട്ടെന്നാ. അണ്ണ അവള് സ്നേഹത്തോടെ ഇത് കുട്ടൂന്ന് വിളിച്ചു. കുട്ടൂന്ന് അങ്ങനെ അണ്ണ പറഞ്ഞേക്കെ. അണ്ണ ദർശൂന്ന് വിളി, ദർശൂന്ന്. ദർശു മുടി അയച്ചിടുന്ന എനിക്ക് ഇഷ്ടം പറയണ. അത് പറ, അത് പറ. ധൈര്യമായിട്ട് വിളിയണ്ണ. ധൈര്യമായിട്ട് പറഞ്ഞായോ? ഞാൻ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട്, ഫുൾ സപ്പോർട്ട്. അതാ ചന്ദ്ര സൗണ്ട് കേട്ട് എടാ ചന്ദ്ര ശരിക്കും നീ സെറ്റ് ചെയ്താ നോക്കിയതാണോ ഇത് മുടക്കാൻ നോക്കിയതാണോ? സെറ്റ് ചെയ്ത് നോക്കിയേ. അത് ബ്ലാക്ക് മാജിക് ആണ്, ഇനിയാണ് എന്തുകൊണ്ട് വീഴത്തേ ഉള്ളൂ. ഞാൻ അതായിരുന്നേ. ഇപ്പൊ വളച്ചു നോക്കാം, വെയിറ്റ് വെച്ചു. ദർശു പറ. അണ്ണ നമുക്ക് ഒറ്റയ്ക്ക് ഒന്ന് മാറി സംസാരിക്കാം. പിന്നെ കൊണ്ടുവരും. ഓ സെറ്റ് ആയില്ല. അപ്പഴേക്ക് നമ്മൾ അണ്ണനെ നമ്മളടുത്ത് കൊണ്ടുപോകാൻ പോവേണ്ടേ? എടാ ഞാൻ എന്ത് പറയടാ? എടാ ഞാൻ പ്രിപ്പയർ അല്ലേ? അണ്ണ ഒരു കാര്യം ദർശനെ സെറ്റ് ആവുന്നതൊക്കെ കൊള്ളാൻ ദർശനം. നമ്മുടെ അണ്ണനെ നമ്മളിന്ന് പിരിക്കാൻ നോക്കല്ലേ നീ? പറ്റി ഇവർക്കൊക്കെ. പറ. നമ്മള് നല്ല ഫ്രണ്ട്സ് അല്ലേ? അതെ. ഫ്രണ്ട്സ് അമ്മ ഐ ലവ് യു പറയുന്നതിന് എന്താ കുഴപ്പമുണ്ടോ? ഇല്ല. കൽവിലുള്ളിൽ നീയാണ്. അണ്ണ ഇവരെല്ലാരും ഒളിച്ചു വെക്കുന്നു. ഒളിച്ചിട്ടുണ്ട്. ദർശനമൊക്കെ അല്ലേ? ഞാൻ ഓക്കെയാണണ്ണ. അതറിഞ്ഞാ മതി. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരു സെക്കൻഡ് ദർശന. അണ്ണ ഫ്രണ്ട്സ് എന്തോ പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. എന്താ സീൻ എന്തായിരുന്നു? ചന്ദ്ര ഫ്രണ്ട്സോൺ ആക്കി വിട്ടു അണ്ണനെ. അണ്ണന്റെ അടുത്ത് ഫ്രണ്ട്സ് ഓൺ ആക്കി വിട്ടു അവള്. അണ്ണ കൊന്നണ്ണ. എന്താണ് ചന്ദ്ര നിനക്ക്? ഇല്ല ഈ എട്ടാം പ്രേമം അണ്ണനെ തേച്ച് കഴിഞ്ഞാ അണ്ണൻ അങ്ങനെ പ്രേമിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയല്ലോ അണ്ണ. അങ്ങനെ അണ്ണനെ നമുക്ക് ഇട്ടുകൊടുക്കില്ലല്ലോ നമ്മളണ്ണനെ. പിന്നെ ചന്ദ്ര അലിന ചേച്ചിയെ പ്രേമിക്കുമ്പോ അണ്ണനോട് ചോദിച്ചിനാ? എന്താ ചന്ദ്രു ചന്ദ്ര പിന്നെ അന്നാ നോക്കണ്ട അണ്ണ എന്നെ ബാക്കിൽ കൊണ്ടാ. അണ്ണ ഞാൻ പറയുന്നത് അണ്ണ എന്നെ പോലെ ആൽഫാമേൽ ആവണമെന്നാണ്. ഇത്രേ ഉള്ളൂ.